എൻ്റെ പേര് ലിൻഡു. ഞാൻ മണത്തളയിൽ നിന്ന് വരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് PCOD എന്ന് പറയുന്നത് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു കുട്ടികളുണ്ടാവാൻ ചാൻസ് കുറവാണ് എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കുറച്ച് മാസങ്ങളെ എടുത്തോളൂ. ഇപ്പം ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് വന്നു. അങ്ങനെ ഒരു 8 മാസത്തോളം എൻ്റെ കൂടെ നിന്നു. അങ്ങനെ 8ാം മാസം പോകാൻ നേരത്ത് 2 മാസം മുന്നേ എനിക്കൊന്ന് കൺസീവ് ആയായിരുന്നു. അങ്ങനെ അവിടെ അതിനു മുന്നേ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ യൂട്യൂബിലൊക്കെ വരുന്ന എല്ലാ വീഡിയോസും നോക്കി ഇവിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി. അങ്ങനെ പക്ഷേ 2 മാസം മുന്നേ ഞങ്ങൾക്കൊന്ന് ഡിസംബർ മാസം ആയപ്പോഴത്തേക്ക് എനിക്കൊന്ന് കൺസീവായി. അങ്ങനെ ഒരു 8 വീക്സൊക്കെ അങ്ങനെ നിന്നു. ഒരു 8 വീക്സൊക്കെ ആയപ്പോഴത്തേക്കിന് കുഞ്ഞ് ഹാർട്ട് ബീറ്റ് നിന്ന് പോയി. അങ്ങനെ അബോഷനായിപ്പോയി. അപ്പം എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ പിറ്റേ ദിവസം ഗൾഫിൽ തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ അബോഷനൊക്കെ ചെയ്തു, DNC ഒക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെല്ലാം PCOD നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങ് DNCക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു ഒരു വർഷമൊക്കെ ആയപ്പോഴത്തേക്കിന് അച്ഛൻ അവിടുന്ന് എല്ലാം എപ്പോഴും വിളിക്കുമ്പോൾ പറയും, എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും കളിയാക്കും, നമ്മുടെ കൂടെ കല്യാണം കഴിഞ്ഞവർക്കെല്ലാം കുട്ടികളായി, എനിക്ക് ഭയങ്കര വിഷമമാണ്, അവരൊക്കെ നമ്മളെപ്പോഴും ഓരോന്നൊക്കെ പറയും എന്നൊക്കെ പറയും. അപ്പം നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം. ഒരു കുഞ്ഞായി, അത്രയും നാൾ കാത്തിരുന്നിട്ടൊരു കുഞ്ഞായിട്ട് ഈശോ തിരിച്ചെടുത്തല്ലോ എന്നൊരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 1 മാസത്തേക്ക് ഞാൻ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് 2023 പോകാൻ വേണ്ടി തീരുമാനിച്ചു. പോകുന്നതിന് 2 മാസം മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കാം, നമുക്ക് PCOD ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ എല്ലാ വീഡിയോസും, ഞാൻ എൻ്റെ വീട് കൊല്ലത്താണ്, എനിക്കിപ്പം പിന്നെ വരാൻ പറ്റിയില്ല ഇങ്ങോട്ട്. അങ്ങനെ അച്ഛൻ എല്ലാ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ ഇരുന്ന് കണ്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ച ഞാൻ ലൈവായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് എങ്ങനെയും ഒരു PCOD മാറ്റി തരണം, എനിക്കൊരു കുഞ്ഞിനെ തരണം എൻ്റെ ഈശോയെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് PCOD ഉണ്ടെന്ന് ആരാ പറഞ്ഞത്, സ്കാനിങ് റിപ്പോർട്ടിൽ PCOD എന്നൊരു സംഭവമേ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസത്തേക്ക് ഞാൻ വിസിറ്റിങ്ങിന് കയറിപ്പോയി. തിരിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊന്ന് ഒരു വയറുവേദനയൊക്കെ വന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, എന്തിൻ്റെയാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്കാനൊക്കെ ചെയ്തു. നോക്കിയപ്പം ഒന്നുമില്ല, നമുക്ക് HCGയും ചെയ്തു. ഇപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ചാൻസ് കുറവാണ്, ഇനിയിപ്പം കൺസീവ് ആവുമല്ലോ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ചാൻസ് നല്ല കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാ വീഡിയോസും ഇരുന്ന് കണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എനിക്കൊരു കുഞ്ഞിനെ തരണേന്ന് തന്നെ ഇരുന്ന് അച്ഛൻ പറയുന്ന എല്ലാ പ്രാർത്ഥനകളും ഇരുന്ന് പ്രാർത്ഥിച്ചു. 33 പ്രാവശ്യം എൻ്റെ ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് 3 മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് പോസിറ്റീവായി. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് പോയി ഒന്ന് സ്കാൻ ചെയ്യാൻ, ഇനിയിപ്പോൾ എന്തായാലും കിറ്റ് നോക്കിയപ്പോഴത്തേക്കിന് കൺസീവായിട്ട് കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് നോർമൽ അല്ല, മോളാർ പ്രഗ്നൻസിയാണ് എന്ന് പറഞ്ഞു, എൻ്റെ മുന്തിരിക്കൊല്ല ഗർഭം അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ കരഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നോർമൽ അല്ലല്ലോ, ഇനിയിപ്പോൾ നമുക്ക് DNC ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഞാനൊക്കെ ഇവിടെ ഇരുന്ന് കരയുക, എൻ്റെ ഈശോ എനിക്ക് തന്നിട്ട് ഇനിയും എനിക്ക് DNC ചെയ്യാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് കരയുക. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സ്കാനിങ്ങിൽ വിശ്വസിക്കാനില്ല, നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ദിവസം ഞാൻ ചെയ്യാണ്ട് അതിൻ്റെ ബുധനാഴ്ചയാണ് ഞാൻ പോയി ചെയ്തത്. ആ ഒരു ദിവസം ഞാൻ ആ വീട്ടിലിരുന്ന് ഫുള്ള് എല്ലാ വീഡിയോസ് എൻ്റെ ഈശോയുടെ കെഞ്ചുന്ന അത്രയും പറയാം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, മോളാർ മാറ്റി എൻ്റെ കുഞ്ഞ് ഇത് നോർമലാന്ന് തന്നെ സ്കാനിങ് റിപ്പോർട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബുധനാഴ്ച പോയി സ്കാൻ ചെയ്തു. നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിനക്കിപ്പം 2 വീക്സായി, ഇനി അടുത്ത 2 വീക്സ് കൂടെ കഴിയുമ്പോഴത്തേനും ഹാർട്ട് ബീറ്റ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ മോളാർന്ന് പറയുന്ന സംഭവം അതിനകത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞാണ് വയറ്റിലില്ല എന്ന് ആദ്യം പറഞ്ഞല്ലേ, ഇങ്ങനെ ഒരു കുഞ്ഞില്ല എന്നല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരി 48 hours റിട്രീറ്റ് എന്ന് പറയുന്ന
യൂട്യൂബിലുള്ള വചന ശുശ്രൂഷ അല്ലേ, അത് മുഴുവൻ ഇരുന്ന് കൂടി 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 വചനം കൊണ്ട് നിറഞ്ഞു, വചനം മാംസം ധരിച്ചു. ഹല്ലേലൂയ. അത്ഭുതങ്ങളും